ഞാനും ലിബിനും കൂടെ ഇപ്പോൾ ഉള്ളത് തിരൂര് വെസ്റ്റ് അന്നാറയിലാണ്. ലൈല വെൽനസ് സെൻറ്റർ, പ്രസവാനന്തര പരിചരണ കേന്ദ്രം. ഈ അടുത്തിവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ ലൈല വെൽനസ് സെൻറ്റർ. പ്രസവാനന്തരം ലക്ഷറി ആയിട്ട് എല്ലാവിധ പരിചരണങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഓണർമാർ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ദൈനംദിന ചെലവുകൾ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് സോളാറിൽ നടത്തിയിട്ടുള്ളത്. 20 കിലോ വാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് സോളാറാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരുപാട് കൊട്ടേഷൻ ഇവർക്ക് ലഭിച്ചെങ്കിലും ബെയ്മെൻറ്റ് സോളാറിനെയാണ് ഇവർ ഫൈനലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ്, കുറച്ച് ലെങ്തി ആയിരിക്കും. സോളാർ സംബന്ധമായിട്ടുള്ള ഹൈബ്രിഡ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും, വിശദമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, റീപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ലിബിൻ നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ പാനലിനായിക്കോട്ടല്ലേ? അതെ. ഇപ്പോൾ ഇത് നമ്മുടെ 590 വാട്ടിൻ്റെ ഒരു പാനലാണ്. അതെ. ഇപ്പോൾ ഇത് 590 വാട്ട് പാനലാണ് എന്നുള്ളത് ഒരു കസ്റ്റമർക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാം? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറോട് പറയുന്നത് 550 വാട്ട് പാനലാണ്, 590 വാട്ടാണ്. ഇപ്പോൾ നമ്മൾ HJT ആണെങ്കിൽ 730 വാട്ടാണ്. 730 വാട്ടാണ്. ഒരു കസ്റ്റമർക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാം നമ്മൾ ഈ വെച്ച പാനൽ 590 വാട്ടാണോ എന്നുള്ളത്? നമുക്ക് 2 രീതിയാണുള്ളത്. ഒന്ന്, ഒരു സാധാരണക്കാരന് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ അടിയിലൊരു ഡാറ്റാ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ചെറുതായതുകൊണ്ട് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു സംശയങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ ബസ് ബാറുകളുടെ എണ്ണം എണ്ണി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 590 വാട്ടിന്റെ പാനലാണ് ഒരു ബസ് ബാർ. എത്ര ബസ് ബാർ ഉണ്ടാവും? നമുക്ക് 16 വരിക. 16 കാണിച്ചു കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10 11 12 11 14 15 16 ബസ് ബാർ. 590 വാട്ടിൻ്റെ ഒരു പാനലാണെങ്കിൽ ഇതുപോലത്തെ 16 ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 550 വാട്ടാണെങ്കിൽ 14നായിരിക്കും. ഇനി വാട്ട്സ് കൂടി, അപ്പോൾ ലൂം സോളാറിൻ്റെ, ഇത് ലൂം സോളാറാണ്, ലൂം സോളാറിൻ്റെ പാനലാണ്. HJT പാനലുണ്ട്, ഭയങ്കര ടെക്നോളജിയുള്ള ഒരു പാനലാണ്. അതാണെങ്കിൽ ഈ ബസ് ബാറുകളുടെ എണ്ണം 24 ഉണ്ടാവും അല്ലേ? അതെ. 24 ഉണ്ടാവും. ഈ 590 പാനലുകളാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് കോൺ എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന പാനലാണ് ഈ 590 ബൈഫേഷ്യലുമാണ്. അതെ. 2 സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടും. അതെ. കുറച്ച് കാലാവസ്ഥ മോശമാണെങ്കിലും നന്നായിട്ട് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ്. പിന്നെ നമ്മളിവിടെ 34 പാനലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 20 കിലോ വാട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര പ്രൊഡക്ഷൻ കിട്ടും ഇവിടെ? നമുക്ക് ഡെയിലി എന്തായാലും 80 യൂണിറ്റ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞത് കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇതിപ്പോൾ കണക്ഷൻ കിട്ടിയിട്ട് ഏകദേശം 2 മാസം ആവാറായി. അപ്പോൾ അവർ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. അവർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കസ്റ്റമർ ഗൾഫിലാണ് കേട്ടോ, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തതെങ്കിൽ അവരെ മോൻ താഴത്തുണ്ട്. നമുക്ക് അവസാനം ഒന്ന് പിന്നെ പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ അവിടെ നിന്നാണ്. പിന്നെ അതേപോലെ ഇവിടെ നമ്മളിത് ഷീറ്റ് റൂഫ് ആയിരുന്നു. ആക്ച്വലി നമ്മളിവിടെ വർക്കിന് വേണ്ടി വരുമ്പോൾ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കമ്മുക്കുട്ടി എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്തത് ഇവിടെ ഷീറ്റ് റൂഫ് ഇടുന്നുണ്ട്, അപ്പോൾ അതിന് മുന്നായിട്ട് എന്തെങ്കിലും സോളാർ ചെയ്യണമെന്നുള്ള രീതിക്കാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സ്ട്രക്ചറിങ് ചെയ്യുന്നുണ്ട്. ഒരു സംശയം ഇടപെടട്ടോ, അതിപ്പോൾ പല ആളുകളുടെ ഒരു സംശയമാണ് ഈ ഷീറ്റിന്റെ മുകളിൽ പിന്നെ നമ്മൾ സോളാർ പാനലിന് വേണ്ടി സ്ട്രക്ചർ ചെയ്ത ലീക്ക് വരുമോ ഇല്ല എന്നുള്ളത് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും അത് കമ്മുക്കുട്ടി സാറെ ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഒന്നായിരുന്നത്. ഇതിൻ്റെ അടിവശം അദ്ദേഹത്തിന് ഉപയോഗിക്കണം, അപ്പോൾ ലീക്ക് വരാൻ പാടില്ല, ഷീറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എക്സ്ട്രാ കോസ്റ്റാണ് നമ്മളെ അഡീഷണൽ സ്ട്രക്ചർ കോസ്റ്റ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെച്ചാൽ നമ്മളിവിടെ ഷീറ്റ് കട്ട് ചെയ്യാതെ ഇതിൻ്റെ പറലിനോട് നേരെ 2 കൊന്നിൻ്റെ GI പൈപ്പ് ഇട്ടിട്ട് നേരെ സ്ക്രൂ ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്ത് ഇതിൻ്റെ ലെഗ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാമോ? തീർച്ചയായിട്ടും എങ്ങനെ ചെയ്തിട്ട് എന്നുള്ളത്. അതെ, ഈ പോയിരിക്കുന്ന പൈപ്പ് നമ്മളിത് നേരെ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഉള്ള അടിയിലുള്ള പറലിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. എല്ലാ പറലിനും ഇപ്പോൾ ഒരു 8 പറലിനുണ്ടെങ്കിൽ ആ 8 പറലിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാൽ ഇതൊരു ബെൻഡിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ വെള്ളം അതിൽ കൂടെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വന്നിവിടെ ഇങ്ങനെ കൂടി നിൽക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും ഒരു കാരണവശാലും സോളാർ വെച്ചുകൊണ്ട് ലീക്ക് വരില്ല. തീർച്ചയായിട്ടും അത് വരത്തില്ല. ആ രൂപത്തിൽ നമ്മൾ ഫുള്ള് എവിടെയും നമ്മൾ ഷീറ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. പിന്നെ ലൈൻ ഇറക്കാനുള്ള, അതായത് ഇതിൻ്റെ DC കണക്ഷൻസും അതേപോലെ എർത്തിൻ്റെ വയേഴ്സും ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റിൻ്റെ പൊള്ളയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ പൊള്ളാന്ന് വെച്ചാൽ ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗം. അതേപോലെ സ്ട്രക്ചറും കാര്യങ്ങളും നമ്മളെ പാത്ത് വേ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് കയറി നടക്കാം.
പാത്ത് വേക്ക് കണ്ടോ എങ്ങനെ വന്നാൽ നമുക്ക് ഡാൻസ് കളിക്കാം. യാതൊരുവിധ ആട്ടത്തിന് വരുന്നില്ല കേട്ടോ. ഞങ്ങൾ 3 പേര് ഞങ്ങൾ 3 പേര് നിൽക്കുന്നുണ്ട്. നമ്മളൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മളെ റെഫർ ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് സോളാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സെയിൽസിന്റെ 50% കസ്റ്റമർ ഹാപ്പി ആയതുകൊണ്ട് മറ്റ് കസ്റ്റമർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമുക്കൊരു ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് പാനലുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പാനൽ എങ്ങനെ വേണമെങ്കിൽ കഴുകാം. ഈ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കഴുകാം, ഇവിടെ നിന്ന് ഒരു പൈപ്പ് പിടിച്ചാൽ നമുക്ക് എത്തുന്ന രീതിയിലുള്ളതാണ്. ആ സൈഡിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. ഒരു ക്രോസ് ആകൃതിയിലാണ് നമ്മളിവിടെ ആക്സസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എങ്ങോട്ട് അതെ അതെ അതെ, ഈസി ആക്സസ് ആണ്. പിന്നെ ഒരു സർവീസ് വന്നാൽ നമ്മൾ ഈ പാനൽ ഷീറ്റിനോട് ഒരുമിച്ച് വെക്കാത്ത കാരണം നമുക്ക് ഇവിടെ സുഖമായിട്ട് പലയിടത്തും കാണുന്ന ഒരു അബദ്ധമാണ്. ഇപ്പൊ പിന്നെ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സോളാർ കമ്പനികൾ തന്നെ പിന്നെ കൊട്ടേഷൻ പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഹൈറ്റ് കുറച്ചിട്ട് പലയിടത്തും കാണുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ദോഷം എന്താണ്? സത്യത്തിൽ ഇപ്പൊ നമ്മൾ ഇത് അവിടെ ഇങ്ങനെ ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ ലാഭിക്കാൻ പറ്റും. മിനിമം 1.5 ലക്ഷം രൂപ ലാഭിക്കാൻ പറ്റും. ഇത് ഇത്ര ഹൈറ്റിലല്ലാതെ ഈ ഷീറ്റുമ്പോൾ പതിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 1.5 ലക്ഷം രൂപ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് പിന്നെ നല്ലൊരു കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇതിനൊരു ഗുണം ആദ്യം പറയാം. ക്യാഷ് ലാഭം തന്നെയാണ്. അതൊരു ടെമ്പററി ലാഭമായിട്ട് മാത്രമേ നമുക്കത് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം വൺസ് നമുക്കൊരു സർവീസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അടിവശത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ അതിന് എക്സ്പെൻസ് അടുത്ത ഒരു പാനൽ പിടിക്കാൻ അത് പൊക്കണം, അതിൻ്റെ ക്ലാമ്പ് അടിക്കണം. ഈ അടിച്ച് പൊക്കിയിട്ട് അത് മാറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെക്കിങ്ങിന് ഒരു ക്ലാമ്പ് ഇട്ട് പാനൽ ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ പോലും നടക്കത്തില്ല. അതേപോലെ പാനലിനൊരു നിശ്ചിത അളവിൽ ചൂട് കൂടുന്നത് അതിന് നല്ലതല്ല എന്നാണ് ഇതിന്റെ നമുക്ക് ഇത് കാരണം ഒരു കൊട്ടേഷൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്തത് ഇത് ഈ രീതിയിൽ നല്ല ഹൈറ്റിലായിരുന്നു. പക്ഷെ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം കൊട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മളെ വിളിച്ചിട്ട് അത് താഴ്ത്തി വെക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ താഴ്ത്തി വെച്ച് നിങ്ങൾക്ക് സോളാർ ചെയ്ത് തരാം. പക്ഷെ ആഫ്റ്റർ സർവീസ് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും സർവീസ് തരാൻ കഴിയില്ല. നിങ്ങൾ ആ 1 ലക്ഷം രൂപ കോസ്റ്റ് കട്ട് ചെയ്ത ടീമിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തായാലും വർക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ ഞങ്ങൾ തിരൂർ വഴിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് കുറ്റിപ്പുറം വഴിയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ചർച്ച ചെയ്തു. കണ്ടില്ലേ ആ പാനൽ വെച്ചിട്ടുള്ളത് ആ ഷീറ്റിനോട് ചാരിക്കൊണ്ടാണ് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഭാവിയിൽ അതൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ സർവീസ് കൊടുക്കാൻ നമ്മൾ കണ്ടറിയണമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വാഹനത്തിന് ചർച്ച ചെയ്തു. എന്തായാലും ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫ്യൂച്ചറിൽ ഷീറ്റിൻ്റെ മുകളിൽ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പതിച്ച് വെക്കാൻ നിങ്ങൾ അനുമതി കൊടുക്കരുത്. ഇതുപോലെ നല്ല ഹൈറ്റിൽ തന്നെ ഏത് കാലത്തും, കാരണം 30 വർഷമാണ് നമ്മുടെ പാനലിന് വാറണ്ടി ഉള്ളത്. ഏത് കാലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ എത്തി ഈസി ആയും കൊണ്ട് അതിന് സർവീസ് കൊടുക്കാൻ പറ്റണം. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ സോളാർ കമ്പനികളിലേക്കും കസ്റ്റമറുടെ കോളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ പഴയതുപോലെ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, യൂണിറ്റ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് എന്നുള്ളത്. അപ്പോൾ ലിബിനെ അതിൻ്റെ ഒരു കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു കാരണമല്ലാതെ സോളാർ കമ്പനികളുടെയോ സോളാറിന്റെ ഒന്നും പ്രശ്നമല്ല. അത് നമ്മളാരും കയ്യിലിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു സൂര്യസഞ്ചാരം എന്ന് വേണമെന്ന് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പഠിച്ചത്. സൂര്യസഞ്ചാരം നമ്മൾ പറയുന്നു ഉദിക്കുന്നത് കിഴക്ക്, അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഉദയ അസ്തമയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പോണൊരു വഴിയുണ്ട്. എന്നുവെച്ചാൽ കിഴക്കുന്ന് ഇങ്ങനെ ഉദിച്ച് തെക്ക് വഴി പടിഞ്ഞാട്ടേക്ക് പോയി അസ്തമിക്കുന്ന ടൈമുണ്ട്. അത് നേരെ തലയുടെ മുകളിൽ വന്നിട്ട് അവസാനിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ ഇത് ഓരോ മാസങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ജൂൺ 21 നമ്മളിങ്ങനെ 12 മണിക്ക് വെയിലത്ത് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നിഴൽ കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽച്ചോട്ടിലായിരിക്കും. എന്ന് വെച്ചാൽ നേരെ മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഈ സമയങ്ങളിൽ ഈ മാസങ്ങളൊന്നും പ്രൊഡക്ഷന് യാതൊരു കുറവുണ്ടാകത്തില്ല. അതേസമയം ഒരു നവംബർ 21 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കറക്റ്റ് തെക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് സൂര്യവെളിച്ചം നോക്കി നമ്മുടെ പുറകിലായിരിക്കും. പറഞ്ഞാൽ അത്രയും അങ്ങോട്ടേക്ക് സൺലൈറ്റ് സൗത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടായിരിക്കും പോവുക. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ തെക്ക് ഭാഗത്തുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ തണൽ വീഴും. അതൊരു ഒന്നാമത്തെ ഒരു കാരണം ഇതാണ്. ഇനി രണ്ടാമത് നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ തണുത്ത കാറ്റ് വീശുന്ന നവംബറും ഡിസംബറൊക്കെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പിന്നെ പ്രൊഡക്ഷൻ കുറയും. എങ്കിലും നമ്മൾ പറയുന്ന ആവറേജ് പ്രൊഡക്ഷൻ താഴേക്ക് പോകുന്നില്ല. നമ്മൾ കസ്റ്റമറോട് പറയുന്ന ആവറേജ് പ്രൊഡക്ഷൻ എപ്പോഴും കിട്ടുന്നുണ്ട്. ആ ഹൈ പ്രൊഡക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഒരു കസ്റ്റമർ എന്ത് ചെയ്യരുത്, ഹൈ പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ ഡിപ്പെൻഡ് ആയിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്ഷനിൽ കുറവ് വരും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ കുറവാണ്ട് നിങ്ങൾ വെച്ച സോളാർ കമ്പനികളിലേക്ക് ഇങ്ങനെ വിളിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, പ്രൊഡക്ഷൻ കമ്മിയാണെന്ന് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് സോളാർ കമ്പനികളുടെയോ വെച്ച സോളാർ പാനലുകളുടെയോ പ്രശ്നങ്ങളല്ല, കാലാവസ്ഥ ഡിപ്പെൻഡ് ആയിക്കൊണ്ട് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ
പ്രൊഡക്ഷൻ കുറയും. ഇത്രേ ഉള്ളൂ. അതിന് കാരണം ഇത്രേ ഉള്ളൂ, നമ്മുടെ സൂര്യവെളിച്ചത്തിൽ കാറ്റും കൂടെ വരുമ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ കാറ്റ് കിട്ടുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നില്ലേ എന്ന് പറയുന്ന പോലെ ആ ചൂടിൻ്റെ അളവ് പാനലിലേക്ക് കുറഞ്ഞായിരിക്കും. തന്നെ തണുത്ത കാറ്റും അതെ അതെ അതെ. അപ്പോൾ ആ പ്രൊഡക്ഷൻ കുറയും, ഹ്യൂമിഡിറ്റി കുറയല്ലേ, അത്ര തന്നെ ഉള്ളൂ. അതിപ്പോൾ ഓരോ ദിവസത്തെ ഗ്രാഫ് ചെക്ക് ചെയ്ത് നമ്മൾ ഓൺലൈൻ മോണിറ്ററിങ്ങിൽ നമുക്കത് വ്യക്തമായിട്ട് തിരിയും. ഇപ്പം 11-ാം തീയതി കഴിഞ്ഞാൽ 12-ാം തീയതി ആയിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങും. അതിങ്ങനെ കൂടി വരും. അപ്പോൾ ഒരിക്കലും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പരിഗണിക്കണ്ട. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഹൈ പ്രൊഡക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും 5 കിലോവാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ 26, 26, 27, 28, 34 യൂണിറ്റ് ഒക്കെ കിട്ടിയ തീർച്ചയായിട്ടും കസ്റ്റമർ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വർഷത്തിൽ 12 മാസത്തിൽ 12 മാസവും 12 രീതിയിലുള്ള റീഡിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഒരിക്കലും ഒരു വർഷത്തിൽ എല്ലാ മാസവും ഒരേപോലത്തെ പ്രൊഡക്ഷൻ കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങൾ മഴ നിന്ന് പെയ്യാണെങ്കിൽ പ്രൊഡക്ഷൻ നന്നേ കുറവായിരിക്കും. തീർച്ചയായിട്ടും. അതെ, ആ ദിവസങ്ങളിൽ വെളിച്ചുണ്ടോ പ്രൊഡക്ഷൻ നടക്കും ചെയ്യും. മഴക്കാലം അതുകൊണ്ട് കുഴപ്പമില്ല, പ്രൊഡക്ഷൻ വെളിച്ചുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കും ചെയ്യും. താരതമ്യേന കുറവായിരിക്കും എന്ന് മാത്രം. തീർച്ചയായിട്ടും. എന്തായാലും ആവറേജ് യൂണിറ്റുകൾ എന്ത് ചെയ്യും നമുക്ക് എല്ലാ മാസവും കേരളീയ കാലാവസ്ഥയിൽ കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. പിന്നെ വേറെ എന്തൊക്കെയാ, നമ്മളിപ്പോ ഇവിടെ 2 ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തു. അതെ അതെ അതെ. ഹൈയാ തോന്നുന്നല്ലേ? അതെ, ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ ടൈപ്പാണ്. അത് ഒന്ന് സ്റ്റീലും ഒന്ന് കോപ്പർ ടൈപ്പ്, അങ്ങനെ 2 വ്യത്യസ്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചതുകൊണ്ട് ഇത് നമ്മൾ പാനലിന് മാത്രമല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുള്ളൂ. അതെ അതെ അല്ലേ. ചില കസ്റ്റമർക്ക് എന്തുണ്ട്, ഇത് ഞങ്ങളുടെ വീടിനും കൂടി സേഫ്റ്റി ആയിട്ടുണ്ട് എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് തികച്ചും തെറ്റിദ്ധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ തന്നെ ഒരുപാട് വിഭാഗത്തിൽപ്പെടുന്നുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് ഏരിയ കവറേജ് ഉണ്ട്. അതുപോലെ ഈ ഈ ലൈറ്റ്നിങ് അറസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു 30 ഡിഗ്രി ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുക. അത് പാനലിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് വീടിനും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വെച്ചാൽ അതിന് അഡീഷണൽ കോസ്റ്റ് വരും. ഓൾമോസ്റ്റ് 1.5 ലാക്ക് തന്നെ ഈ ലൈനിങ് അറസ്റ്റിന് അതിനുവേണ്ടി തന്നെ വരുന്നുണ്ട്. അതിലേക്കൂടെ ഇപ്പോൾ ഇടി വരെ നമ്മൾ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ഉണ്ട്. അപ്പോൾ അത്രയും കേപ്പബിൾ ആയിട്ടുള്ളുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രിഫറബിൾ ആണ്. പക്ഷേ നോർമലി നമ്മൾ സോളാർ പാനൽ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പാക്കേജ് എന്ന് പറയുന്നത് സോളാർ പാനലിൽ മാത്രം ഒരു പരിധി വരെ ഇടി വീഴുന്നത് പരിഹരിക്കാനുള്ള രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലിബിനെ, ഇപ്പം നമ്മൾ സോളാർ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 വർഷത്തോളം. തീർച്ചയായിട്ടും. അന്ന് മുതൽ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ ആരാണ് സോളാർ വെക്കേണ്ടത് എന്നുള്ളത്. അതെ അതെ അതെ. ലിബിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് സോളാർ വെക്കേണ്ടത്? സോളാർ വെക്കേണ്ടത് ആക്ച്വലി ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്. ഇപ്പോൾ 3 ടൈപ്പാണ് സോളാർ പ്രൊജക്റ്റുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓൺ ഗ്രിഡ് ആണ്. ഇപ്പം ഒരു വർഷമായിട്ട് ഹൈബ്രിഡിലേക്കും പോകുന്നുണ്ട്. ഒരു ഓൺ ഹൈബ്രിഡ് സോളാർ വെക്കേണ്ടത് ആരാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഹൈബ്രിഡ് സോളാർ വെക്കണം, പുതിയ വീട് പിന്നെ ഇനാഗുറേഷൻ നടത്തുന്നവർ തീർച്ചയായിട്ടും വെക്കേണ്ടത് ഹൈബ്രിഡ് സോളാറാണ്. നിലവിലൊരു കറണ്ട് പോകുന്ന ഏരിയ അല്ലേ, ഒരു പിന്നെ ഫുൾ ഡേ കറണ്ട് പോകുന്ന ഏരിയകൾ, അതുപോലെ തന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ആവും പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ വരാൻ, അവരും വെക്കേണ്ടത് ഹൈബ്രിഡ് ആണ്. തീർച്ചയായിട്ടും. അല്ലാത്തവരൊക്കെ അവർക്കൊക്കെ ഒരു ലാഭകരമായിട്ടുള്ളത് ഓൺ ഗ്രിഡ് സോളാർ തന്നെയാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വൈദ്യുതി ഒന്നും പോകുന്നില്ല, എപ്പോഴും കറണ്ട് ഉണ്ട്. ഒരു പിന്നെ ഒരു ചില സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ ബാക്കപ്പിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ ഓൺ ഗ്രിഡ് സോളാർ ആണ്. പിന്നെ ഓഫ് ഗ്രിഡ് സോളാർ വെക്കേണ്ടത് ഒരു 1000-1500 രൂപക്ക് താഴെ കറണ്ട് ബില്ല് വരുന്ന ആളുകളല്ലേ. അവർ സാധാ ഇൻവെർട്ടറും ബാറ്ററിയും എന്ത് ചെയ്യുക, സോളാർ പാനലിനായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ ലിഥിയം ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ സോളാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ 24/7 നമ്മുടെ വീട്ടില് കറണ്ട് ഉണ്ടാവും. ഒരു ഓഫ് ഗ്രിഡ് സോളാർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ലല്ല കൂടുതൽ കുറയാ. പിന്നെ പകൽ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റും ഫാനൊക്കെ എന്ത് ചെയ്യും, ലൈവായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ വീട്ടിൽ എപ്പോഴും സപ്ലൈ ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. അതാണ് ഓഫ് ഗ്രിഡ് സോളാറിന്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ ഇപ്പോൾ ഇത് വലിയൊരു ഉദാഹരണമാണ് ഇദ്ദേഹം, നമ്മുടെ കമ്മക്കുട്ടി സാറ്, ലൈല വെൽനസ് കെയർ, ഇദ്ദേഹത്തിൻ്റെ ഓണർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ഒരു വലിയൊരു ലാഭം കണ്ടിരിക്കുന്നത് ഇവിടെ ജനറേറ്റർ മേടിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ റെൻ്റൽ കൊടുക്കണതാണ് 40 ദിവസം അല്ലെ, 40-60 ആ ഒരു ദിവസങ്ങളിൽ ഇവിടെ സപ്ലൈ കട്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും അസഹനീയമായൊരു സംഭവമാണ്. അതിന് അദ്ദേഹം ആദ്യം കൺസൾട്ട് ചെയ്ത് ചോദിച്ചു, ഞാൻ എൻ്റെ പ്ലാൻ ഇതാണ്, ഇങ്ങനെ ഇത് ജനറേറ്റർ മേടിക്കുന്നതാണോ ഇത് വെക്കണതാണോ ലാഭം എന്നോട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 രീതി, ഫ്യൂവൽ ഇല്ലാതെ നമുക്ക് സോളാറിൽ ബാക്കപ്പോട് കൂടിയിട്ട് ചെയ്യാം, നമുക്ക് വേറൊരു ഫ്യൂവൽ നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. അപ്പം ഇതേപോലെയുള്ള കൊമേഴ്ഷ്യൽ പ്ലാന്റ്, ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ജനറേറ്ററിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഹൈബ്രിഡ് പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്നോട് ചോദിച്ചു 15 കിലോവാട്ട് ബാക്കപ്പ് ആക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് റണ്ണായിട്ട് എടുത്തോളൂ, ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്തോളൂ. അതെ, അദ്ദേഹം ചോദിച്ചാണ് ഇത് 10 കിലോവാട്ടിന്റെ 20 കിലോവാട്ടിന്റെ പാനലും 10 കിലോവാട്ടിന്റെ ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഒരു 10 കിലോവാട്ടും കൂടെ സ്റ്റോറേജ് ചേർക്കാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ജനറേറ്റർ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. ശരി.
അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെയുള്ള ആവശ്യമുള്ള സ്ഥലങ്ങളിലും അതേപോലെ സാറ് പറഞ്ഞ പോലെ പുതിയ വീടുകളിലൊക്കെ നമ്മൾ ഹൈബ്രിഡ് തന്നെ സജസ്റ്റ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. പലരും പിന്നെ കറണ്ട് ബില്ലിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്ന് വിശദീകരിച്ചാൽ. തീർച്ചയായിട്ടും ഒരു 2000 രൂപയ്ക്ക് മുകളിൽ ബില്ലുള്ളവർ തീർച്ചയായിട്ടും ഒരു 3 കിലോവാട്ട് സോളാറിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും പ്രിഫറബിൾ ആണ്. കാരണം 2000 രൂപ ബില്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു AC എങ്കിലും വീട്ടിലുള്ള ആൾക്കാരാവാനാണ് ഒരു 80% ചാൻസ് കൂടുതൽ. പിന്നെ സോളാർ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ലാവിഷാവുന്ന മെൻറ്റാലിറ്റി മാറും. തീർച്ചയായിട്ടും അങ്ങനെ മാറും. ഇപ്പോൾ ഒരു 3 കിലോവാട്ടിൻ്റെ സോളാർ നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4500-5000 രൂപ വരെയുള്ള കറണ്ട് ബില്ലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഇപ്പം നിലവിൽ നിങ്ങൾക്ക് 2000 രൂപ വരുന്നുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു AC കൂടെ വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്കൂട്ടർ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ല, ഒരു 3 കിലോവാട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റും. 78,000 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് 1,30,000 രൂപയ്ക്കാണ് ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഒരു 3 കിലോവാട്ടിൻ്റെ പ്ലാന്റ് വെക്കാൻ വേണ്ടി ചെലവ്. ഓൺ ഗ്രിഡ് പ്ലാന്റ്. പിന്നെ 4,500 മുതൽ ഒരു 10,000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നവർ 5 കിലോവാട്ടിൻ്റെ ഒരു ഓൺ ഗ്രിഡ് സോളറാണ് വെക്കേണ്ടത്. അതെ തീർച്ചയായും. ഒരു 3 AC, കറക്റ്റ് ആയിട്ടുള്ള കണക്കാണ്. 3 AC, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മീഡിയം ടൈപ്പ് വീടൊക്കെ ആണെങ്കിൽ 5 കിലോവാട്ട് ധാരാളമായിരിക്കും. ലാവിഷായിട്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ 3 AC ഉള്ളിടത്ത് നമ്മൾ ആ ടൈം ഓഫ് യൂസേജ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 6 മണിക്കൂറൊക്കെ AC ഒരു 24-ൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 5 കിലോവാട്ട് ഇനഫാണ്. പക്ഷെ അതേസമയം 19-ലും 18-ലും എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, പകൽ ടൈമിൽ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബില്ല് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല, നമുക്ക് ഓരോ ദിവസം മോണിറ്റർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ബില്ല് സോളാറിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എത്രയാണോ അത്രയും കറണ്ട് നമ്മൾ KSEBിൽ നിന്ന് എടുത്താൽ മതി, എങ്കിൽ നമുക്ക് ബില്ല് വരില്ല. ഈ മോണിറ്ററിങ് കൃത്യമായി നടക്കാത്തോടത്താണ് എന്ത് ചെയ്യണത്, സോളാർ വെച്ചിട്ടും കറണ്ട് ബില്ല് വരുന്നു എന്ന് വ്യാപകമായിട്ട് പരാതി പറയുന്നത്. സോളാർ വെച്ചത് കൊണ്ട് നമുക്ക് ലാവിഷായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, 5 കിലോവാട്ടിന് പകരം നമ്മൾ 10 കിലോവാട്ട് വെക്കണം. നിലവിൽ നമുക്ക് 5 കിലോവാട്ടിൻ്റെ ഉപയോഗം നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ 10 കിലോവാട്ട് സോളാർ വെച്ചിട്ട് എന്ത് ചെയ്യണം, 5 കിലോവാട്ട് ലാവിഷായിട്ട് കൂടുതൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞൊരു കേസിൽ ഒരു കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു 2 കൊല്ലം മുന്നേ വെച്ച സോളാർ പ്ലാന്റ് ആണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പം ബില്ല് വരുന്നുണ്ട്, നിങ്ങളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് വരില്ലെന്ന് എന്നോട് പറഞ്ഞത്. 2 കൊല്ലം മുന്നത്തെ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്തു, പ്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ലോഡ് എന്തൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ 2 AC കൂടെ എക്സ്ട്രാ മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. കാരണം വെച്ചാൽ സോളാർ വെച്ചുകൊണ്ട് ബില്ല് വരില്ല എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ 5 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് ആവറേജ് ഒരു വർഷത്തിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 20 യൂണിറ്റ് സോളാർ വെച്ച് ബില്ല് വരില്ല നമുക്ക് തീർത്ത് പറയാൻ പറ്റും. ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ, അതായത് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ദിവസം കിട്ടുക 12 യൂണിറ്റ് ആണ്. ആ 12 യൂണിറ്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ കറണ്ട് ബില്ല് വരത്തില്ല. കുറച്ച് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 12 യൂണിറ്റ് കിട്ടിയിട്ട് നമ്മൾ 8 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 4 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസം KSEBിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷം പൈസ കണക്കൂട്ടി അവർ ഇങ്ങോട്ട് നമ്മളെ അക്കൗണ്ടിൽ അയച്ചു തരും. പിന്നെ 12 യൂണിറ്റിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉപയോഗിച്ചതിൻ്റെ ബില്ല് എന്ത് ചെയ്യണം, അതാത് മാസം അടക്കണം. ഓരോ ദിവസവും നമുക്ക് സോളാറിൽ നിന്ന് എത്ര കറണ്ട് കിട്ടി, KSEBിൽ നിന്ന് നമ്മൾ എത്ര കറണ്ട് ഉപയോഗിച്ചെന്ന് ഓരോ ദിവസവും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ മോണിറ്ററിങ് നടക്കാതെ സോളാർ വെച്ചിട്ട് ലാവിഷായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ബില്ല് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഇത് കൺഫ്യൂഷനായി വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ കണ്ണും പൂട്ടി ഉപയോഗിച്ചിട്ട് ബില്ല് വന്നിട്ട് സോളാറിന് പഴിയാറിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതെ. പിന്നെ അവയർനെസ് അത്യാവശ്യമാണ്. എനിക്ക് പറയാനുള്ളത്, എങ്ങനെയൊക്കെ നോക്കിയാലും ഭയങ്കര ലാഭകരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സോളാർ എന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫ്രിഡ്ജിൽ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നടത്തി, TV വാങ്ങാൻ വേണ്ടി നടത്തി, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങി, ഇൻഡക്ഷൻ കുക്കർ വാങ്ങി, അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കറണ്ട് ബില്ല് വരുന്നു അല്ലേ. എന്നാൽ സോളാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് വരില്ല എന്ന് മാത്രമല്ല, നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു പൈസ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ KSEBിൽ നിന്ന് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു 5 കിലോവാട്ട് സോളാർ വെച്ച ഒരു കസ്റ്റമർ ഒരു 10,000 രൂപയാണ് അവർക്ക് ബില്ല് വരുന്നത് അല്ലേ. അവർക്ക് ഒരു സബ്സിഡി കഴിച്ചുകൊണ്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു 2.5 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, മുടക്കിയ മുതൽ അവർക്ക് തിരിച്ചു കിട്ടും. നീണ്ട 20 വർഷക്കാലത്തോളം എന്ത് ചെയ്യാണ്, സോളാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടൂല, വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടൂല, AC-ന്ന് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും ലാഭകരമായൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ സോളാർ എന്നുള്ളത്. അപ്പോൾ നല്ല കറണ്ട് ബില്ല് വരുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സോളാർ വെക്കുക. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 78,000 രൂപയുടെ സബ്സിഡി ഉണ്ട്. അത് 3 കിലോവാട്ടാണെങ്കിലും 5 കിലോവാട്ടാണെങ്കിലും 10 കിലോവാട്ടാണെങ്കിലും ഇനി അതിനേക്ക് മുകളിലാണെങ്കിലും എന്താണ് അല്ലേ, 10 കിലോവാട്ട് 3 കിലോവാട്ടാണെങ്കിലും 5 കിലോവാട്ടാണെങ്കിലും
10 കിലോ വാട്ടാണെങ്കിലും 78,000 രൂപ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. ഇത്രയും വലിയൊരു സംഖ്യ സബ്സിഡി ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതെ അതെ അതെ, ഈ ഒരു അവസരം ചിലപ്പോൾ വേറെ എന്തൊക്കെയാണ് കസ്റ്റമർ സൈഡിൽ നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പിന്നെ വേറൊന്ന് എപ്പോഴും കസ്റ്റമർ പറയാറുള്ളത്, പാനൽ കഴുകാൻ നിങ്ങൾ വരുമോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഒരിക്കലും പാനൽ കഴുകി തരാൻ പിന്നെ ഞങ്ങൾ ഒരിക്കലും വരില്ല. കാരണം ഇതിനൊരു ടൈമില്ല. ചിലപ്പോൾ ഇത് ഇന്ന് കഴുകിയ പാനൽ നാളെയും കഴുകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രാവിൻ്റെ കൂട്ടങ്ങൾ നമ്മുടെ പാനലിൽ വന്നിരുന്നിട്ട് കാഷ്ടിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ഷൻ കുറയും. മാസത്തിലൊരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കി ആവശ്യമുണ്ടെങ്കിൽ കഴുകി കൊടുക്കണം. കൂടുതലും കഴുകേണ്ട സമയം വേനൽക്കാലത്താണ്. വർഷക്കാലത്ത് പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ചെയ്യും അല്ലേ, മഴ പെയ്യുന്നുണ്ട്, കഴുകേണ്ട ആവശ്യമില്ല, താനെ ക്ലീൻ ആയി പോകും. ഒരു വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിൽ നമ്മളൊന്ന് കയറി നോക്കി ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം എന്ത് ചെയ്യണം, കഴുകി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് സോളാർ കമ്പനികൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഇന്ന് കഴുകിയ പാനൽ ഇപ്പോൾ നാളെയും കഴുകേണ്ടി വരും, നാളെ കഴുകിയ പാനൽ മറ്റന്നാൾ കഴുകേണ്ടി വരും, ചിലപ്പോൾ 2 മാസത്തിന് കഴുകേണ്ടി വരില്ല. അപ്പോൾ ഇത് എന്താണ്, ഓരോ പ്രദേശത്തെയും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. എന്തായാലും പാനൽ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചറിൽ എന്താണ്, വലിയ കംപ്ലൈൻറ്റുകൾക്കും പ്രൊഡക്ഷൻ കുറയാനൊക്കെ കാരണമാവും. നമ്മുടെ വാറൻറ്റിക്ക് വരെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ നമ്മളൊരു കാറ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് പിന്നെ അഴുക്കായി കഴിഞ്ഞാൽ കഴുകല്ലോ എന്നതുപോലെ തന്നെയാണ് വീടിൻ്റെ മുകളിലാണെങ്കിലും സ്ഥാപനത്തിൻ്റെ മുകളിലാണെങ്കിലും സോളാർ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴുകി കൊടുക്കണം. അപ്പോൾ അത് കഴുകുന്നതിനും ആ കഴുകാൽ ഈസി ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഇത്രയും നല്ല രീതിയിൽ ഇവിടെയൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ആർക്കും ഒരു ഭയവും കൂടാതെ ഇവിടെ കയറി ഈ പാനലൊക്കെ വെരി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കഴുകാൻ പറ്റും. ഈ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കാറുള്ള എങ്ങനെയാണ് കഴുകുക, എന്തുപയോഗിച്ചാൽ കഴുകുക. അപ്പോൾ ഒരു ചെറുതായിട്ട് ബ്രീഫായിട്ട് നമ്മൾ തരാം. പാനൽ കഴുകുമ്പോൾ ഒരു ടൈം എന്ന് പറയുന്നത്, പാനൽ വെയിലടിക്കുമ്പോൾ ചൂടാവും. അപ്പം രാവിലെ ഒരു 7 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഇത് കഴുകാനുള്ള ആപ്റ്റായിട്ടുള്ള ടൈം. പിന്നെ ഇതിൻ്റെ മുകളിൽ തൊടുന്നതുകൊണ്ട് ഷോക്ക് അടിക്കുകയോ അങ്ങനെയൊന്നും വരില്ല. ഇൻ കേസ് ഷോക്ക് അങ്ങനെ എന്തെങ്കിലും തന്നെ നമ്മളൊരു ഹാംഫുൾ ആയിട്ടുള്ളത് വരത്തില്ല. വന്നാൽ അത് നിർബന്ധമായിട്ട് കമ്പനീനെ അറിയിക്കണം. കാരണം അത് വാറണ്ടി ഒരിക്കലും ഷോക്ക് വരില്ല, വളരെ റെയറാണ്. ജസ്റ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വിളിച്ചറിയിക്കണം. അത് വാറണ്ടിയിലുള്ള സംഭവം. ജീവൻ അപകടത്തിലാവുന്ന രീതിയിലുള്ള ഒരു എനർജി ഒന്നും ഇതൊന്നും കിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടില്ല. നമ്മൾ ചെറിയൊരു മാത്രമേ കിട്ടുള്ളൂ, അത് വാറണ്ടിയിലുള്ള സംഭവമാണത്. അതുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇതിന് മുകളിൽ ചവിട്ടിയെ പൊട്ടി പോവുക. ഒരിക്കലും ചവിട്ടരുത്, ഇത് ഗ്ലാസ് ആണ്, ചവിട്ടാൻ പാടില്ല. പിന്നെ ആ ക്ലാമ്പുകളിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്ലാമ്പിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ പാനൽമേ ചവിട്ടാതെ ഫ്രെയിമേ ചവിട്ടിയിട്ട് അപ്പോൾ അടിയിൽ നേരെ കയറി നിൽക്കരുത്, കാല് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇല്ല, പ്രഷർ വാഷർ ഉപയോഗിക്കുന്നതിന് ദോഷമുണ്ട്. പക്ഷെ ദോഷമില്ലാത്ത രീതിയിൽ വെച്ചാൽ അതിന് 2 മോഡുണ്ട് ആക്ച്വലി. നല്ലത് വെറുതെ വെള്ളം ഒഴിച്ചൊരു മോപ്പ് കൊണ്ട് വടിച്ചു കൊടുക്കലേ നല്ലത്. ഏറ്റവും എളുപ്പം അതാണ്, ഏറ്റവും എളുപ്പവും നല്ലതും സേഫ്റ്റിയും ഒക്കെ അതാണ്. അതെ. ഇനി എല്ലാ ആഴ്ചയിലും കഴുകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തടിക്കുക. 2 മോഡ് ഉണ്ടല്ലോ നമ്മുടെ പ്രഷർ വാഷറിന്, ഒന്ന് ത്രൂ അടിക്കാം, ഒന്നെങ്കിലും സ്പ്രെഡ് ചെയ്തടിക്കാം. സ്പ്രെഡ് ചെയ്തടിച്ചാൽ മതി. അപ്പോൾ ചെറിയ വെള്ളം നല്ല പ്രഷറും കിട്ടും, ഫോഴ്സ് കുറയും, കംപ്ലൈന്റ് വരത്തില്ല. അങ്ങനെയും ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ആഴ്ചയിലൊക്കെ ചെയ്യുന്നവർ അല്ല മാസത്തിലൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ മോപ്പ് ഏറ്റവും നല്ലത് നമ്മളെ കാർ കഴുകുന്ന ഷാമ്പു ആണ്. കാരണം അതിൽ ഈ കാർ ഷാമ്പൂവിന് പ്രത്യേകത വെച്ചാൽ ഓയിൽ കണ്ടന്റ് വേഗം കളയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെയായാലും അന്തരീക്ഷത്തിൽ വെക്കുന്ന സംഭവം അതിൻ്റെ ഓയിൽ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അവിടെ തന്നെ ഒരു ബക്കറ്റിൽ മോപ്പ് ഇളക്കുക, വടിക്കുക, പതപ്പിക്കുക, വെള്ളം ഒഴിച്ച് കളയുക. പരിപാടി ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഹാർഡമായിട്ടുള്ള പ്രഷറൊന്നും കൊടുക്കരുത്, സിമ്പിളായിട്ട് ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ടൈം തന്നെയാണ് കേട്ടോ. വെയിലുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും കഴുകരുത്. ഒന്നുകിൽ രാവിലെ 1:30 മുമ്പ് അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം. ഗ്ലാസ് നല്ല ടെമ്പറായി നിൽക്കുമ്പോൾ അതിന് മുകളിലേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കും, പ്രഷർ ചെല്ലുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല, പണി കൂടുതലാണ്. അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ച് ഇപ്പുറം എത്തുമ്പോഴത്തേന് അവിടെ ഡ്രൈ ആവും. അപ്പോൾ അതും പണിയും കൂടുതലാണ്. ഇതാണ് ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നവർ. പിന്നെ സോപ്പ് പൊടി ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഷാമ്പു ആണ് ഏറ്റവും ബെറ്റർ, കാർ ഷാമ്പു ആണ് ഏറ്റവും ബെറ്റർ. 5 ലൈക്ക് റോൾ എന്ന് പറഞ്ഞാൽ കമ്പനികളൊക്കെ ഉണ്ടാവില്ല, കമ്പനി പ്രൊമോട്ട് ചെയ്തല്ല, ഞാൻ സാധാരണ കടയിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. 5 രൂപ. അതെ, അതൊക്കെയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ലിബിനെ നമ്മളിപ്പോൾ 3000-ലധികം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കി കേരളത്തിലുടനീളം. തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സൈറ്റുകളിൽ, അതും അത്രയും കസ്റ്റമറുടെ നിർബന്ധപ്രകാരം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് സ്ട്രക്ചർ GP ആക്കിയത്. അതെ അതെ, ഒരു 4-5 കസ്റ്റമർ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചത് GI ആണ്. എന്തുകൊണ്ടാണ് GP നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തത്? അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, GIയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? GPയുടെ ഗുണങ്ങൾ പറയാം. ഒറ്റൊരു ഗുണമുള്ളൂ, നമുക്ക് പൈസ ലാഭം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു
കുറച്ച് ടെമ്പററി ആയിട്ടുള്ള ലാഭമാണ്. അതിന് ഡബിളായിട്ട് ചിലപ്പോൾ അപ്പാടെ സ്ട്രക്ചർ എടുത്ത് മാറ്റേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ഈ പുത്തനത്താണിയിലൊരു സൈറ്റ് നമ്മൾ ചെയ്തതല്ല, നമുക്ക് അവിടെ എൻഹാൻസിങ് കിട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ പാനൽ അടിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ കാല് ഈ പാനലിന് മുകളിലാണ് കാല് നിൽക്കുന്നത്. എന്നുവെച്ചാൽ അടിവശമില്ല, ദ്രവിച്ചു പോയി. നോക്കുമ്പോൾ GP ആണ്, പിന്നെ ഞാൻ GA ആക്കി. അപ്പോൾ GAയുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കൂടുതലാണ്. അതിന് തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ ലൈഫ് കൂടുതലാണെന്ന് തന്നെയാണ്, തുരുമ്പെടുക്കത്തില്ല. അതിൻ്റെ മുകളിൽ കോട്ടിങ് വരുന്നുണ്ട്, അതേപോലെ അതിൻ്റെ തിക്നെസ്സും കൂടുതലാണ്. അതുപോലെ 18 ഗേജിലും 16 ഗേജിലും പൈപ്പ് വരുന്നുണ്ട്. 18 ഗേജാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനിക്കാരടക്കം പ്രൊമോട്ട് ചെയ്യുക, കാരണം അതിന് കോസ്റ്റ് കുറവാണ്, തൂക്കം കുറവാണ്. അപ്പോൾ നമ്മൾ എത്ര ഉപയോഗിക്കുന്നത്? 16 തന്നെയാണ്. 16 അല്ലെങ്കിൽ 14. അപ്പോൾ ആ 14 16 റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക 16 തന്നെയാണ്. അതിൻ്റെ വില വ്യത്യാസം വരും. അപ്പോൾ അത് ചിലർ നമ്മളെ വിളിച്ചിട്ട് എന്താ കോസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാൻ പറ്റും. അല്ല, നമ്മൾ അവർ പറഞ്ഞ് കൊടുക്കാറുണ്ട് അവരോട്. അപ്പോൾ അത് GA ഇടുക എന്ന് പറഞ്ഞാൽ ഇതേപോലെയൊക്കെ ഞങ്ങൾക്ക് കയറി നിന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം. അതെ, ധൈര്യമായിട്ട് കയറി. ഇതിപ്പോൾ 1 2 3 4ാമത്തെ അലയാണിത്. ഇത്രയും ഹൈറ്റിൽ നമ്മൾ ഇത്രയും ധൈര്യത്തോടെ കയറി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്. ഈ സ്ട്രെങ്ത് കിട്ടുന്നത് ഇതിപ്പോൾ 2:1 പൈപ്പാണ് നമ്മൾ പാത്വേക്ക് ഉപയോഗിച്ചിരിക്കണേ. ഇതുണ്ട് ഒരു ഇതാ, ഇത് 2 ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്. 2 ഇടുന്നവരുണ്ട്, 4 ഇട്ടുണ്ട്. ഇതുണ്ട്, ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ഇതാ. അതേസമയം ഇത് ഇങ്ങനെ ഇട്ടാലും നമുക്ക് കാര്യം നടക്കും. അതെ, പക്ഷെ ആ കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. താഴത്ത് പോയിട്ട് നമുക്ക് ഇൻവെർട്ടർ, അതുപോലെ തന്നെ ലിഥിയം ബാറ്ററി, തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങളും അവിടുന്ന് വിശദീകരിക്കും. ഓക്കെ. ഹൈബ്രിഡ് സോളാർ പ്ലാന്റിന്റെ ഹൃദയഭാഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത്. ഇതാണ് ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം കപ്പിൾ ചെയ്ത് വരുന്ന സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹൈബ്രിഡ് സിസ്റ്റം. 20 kVയുടെ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ തൊട്ട് നേരെ താഴെ കാണാം, ഇതെല്ലാം അതിൻ്റെ സ്റ്റോറേജുകളാണ്. ഈ ഒരു ബോക്സ് വരുന്നത് 5 കിലോവാട്ടിൻ്റെ ബാറ്ററി, ലിഥിയം LFP ബാറ്ററിയാണ്, ലിഥിയം ആൻഡ് ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി. 5 കിലോവാട്ടാണ് ഒരു ബാറ്ററി സ്റ്റോറേജ്. അതുപോലെ ഇവിടെ 2 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1 മാസം റൺ ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു 8 ബാറ്ററി വരെയൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ചാണ് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഒരു 5 കിലോവാട്ടിലെ എത്ര യൂണിറ്റ് ബാറ്ററി കറന്റ് സ്റ്റോറേജ്? 5 കിലോവാട്ട് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി പറയാം. 10 യൂണിറ്റ് സ്റ്റോറേജ്. യെസ്, 10 യൂണിറ്റ് ആണ് നമുക്കിവിടെ സ്റ്റോറേജ് വരുന്നത്. അതേപോലെ ഇതിന്റെ തൊട്ടുപുറത്ത് വരുന്ന DC ബ്രേക്കേഴ്സ് ആണ്. ഇത് നമ്മൾ ഈ 34 പാനലും 4 പ്രവർത്തനം കൂടെ ഒന്ന് പറയോ? ഇപ്പൊ നമ്മളില്ല പകൽ സമയത്ത് സോളാർ ഓൺ ആയി, ശരി, ഒരു 7:30 8 മണിയോട് കൂടിയിട്ട് സോളാർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഈ ബാറ്ററി ബാറ്ററിത്തെ ചാർജ് തലേദിവസം തീർന്നു പോയി. ശരി, രാവിലെ പിന്നെ എന്ത് ചെയ്തു? സോളാർ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവും? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റൂമുകളിൽ AC ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സോളാർ ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ശരി, സപ്പോസ് ഇവിടുത്തെ ഒരു AC കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, സാറ് പറഞ്ഞ പോലെ രാത്രിക്ക് ഒരു 4 മണി നേരം വിളിക്കാറായ പിന്നെ സപ്ലൈ ഒന്നും ഇല്ല, കറണ്ടൊന്നും ഇല്ല, ബാറ്ററി തീർന്നു. ഒരു 6 മണിയാകുമ്പോഴത്തേന്, അതായത് സൺലൈറ്റ് ലൈറ്റ് വന്ന ഉടനെ സിസ്റ്റത്തിൻ്റെ അത് സോളാറിൻ്റെ MPPT സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് പ്രിഫറൻസ് കൊടുക്കുക നമ്മൾ ബാറ്ററിക്കാണ്. ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുക്കണം. ഫസ്റ്റ് ചാർജിങ് ആയി ഒരു നിശ്ചിത ശതമാനം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. അല്ല, സപ്ലൈ ഇല്ലാത്തൊരവസ്ഥയിൽ സപ്ലൈ ഉണ്ടാകുമ്പോൾ നമ്മളത് ഉണ്ട്, പക്ഷേ ബാറ്ററിയിൽ എന്തില്ല, ഫുൾ ചാർജ് ഇല്ല. നമ്മളവിടെ നിന്ന് AC ഉപയോഗിക്കുന്നുണ്ട്, മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോളാറിന് കറണ്ട് വന്ന് തുടങ്ങുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഒരു വലിയൊരു ഫീച്ചറിലൊന്നാണ്. നമ്മളിപ്പം ബാറ്ററി ചാർജ് ഫസ്റ്റ് നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണമെന്നല്ല, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സപ്ലൈ ഇത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് KSEB തന്നെ എടുത്ത് ചാർജ് ചെയ്യണോ, അല്ലെങ്കിൽ സോളാർ വന്നിട്ട് ചാർജ് ചെയ്യാൻ മതിയോ, അത് പ്രിഫറബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു വലിയൊരു ഫീച്ചേഴ്സിലൊന്നാണ്. അത് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു നിലക്കും ബാറ്ററിയിൽ നിന്ന് KSEB നിന്ന് ബാറ്ററി ചാർജ് ആവണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെ, ടൈം ഓഫ് യൂസേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിൽ നമുക്ക് KSEB എടുക്കുകയേ വേണ്ട എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് സെറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. വളരെ എഫിഷ്യൻറ്റോടുകൂടി ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു ബ്രാൻഡാണ് ഈ ഡൈ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരുപാട് ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ വരുന്നത്. നമ്മൾ പിന്നെ ഹൈബ്രിഡിൽ വേറെ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, നമ്മൾ ചെയ്യുന്നില്ല. ഡൈ മാത്രം. ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അടുത്തതിന്റെ സ്റ്റോറേജ് വരുമ്പോൾ LFP ബാറ്ററിയാണ്, ലിഥിയം ആൻഡ് ഫെറോഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് പൊട്ടിത്തെറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 100% സേഫ്. തീർച്ചയായും സേഫ്റ്റിയുടെ ഭാഗത്തിൽ LFP ബാറ്ററികളാണ് ഏറ്റവും ഫസ്റ്റ്. അതിന്റെ LFP കാറ്റഗറി വരാൻ തന്നെ കാരണം ഈ ബേസ്റ്റിംഗ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കാറ്റഗറി വന്നത്. അതുപോലെ ഇതിന്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം. 35 mm കേബിൾ ഇട്ടിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന വലിയ
കേജ് കൂടിയ വയർ എവിടുന്നാണ്? അല്ല, ഇതിന്റെ സ്ലീവാണ്. ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ KCBക്ക് കുറച്ച് പിന്നെ 50-ന്റെ 50-ന്റെ സ്ലീവാണിത്. 50-ന്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ 50-ന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ കേബിളിൽ ചൂടുണ്ടാവും. ഈ ചൂട് 2-3-4 കേബിളിന്റെ ഉള്ളിൽ പോകുന്നുണ്ട്. എർത്തടക്കം 5 എണ്ണം വരുന്നുണ്ട്. ഇതങ്ങനെ കൂട്ടി ഒഴിപ്പിച്ചിരുന്ന ഒരു പക്ഷേ ഇത് സ്ലീവ് ഉരുകാനോ അങ്ങനെ ചാൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഇന്നർ ഡയ വലുപ്പം കൂടിയ തീപിടുത്തം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ അങ്ങനെ ഹീറ്റ് ആവാതിരിക്കും. അതെ. അതേപോലെ കേബിൾ റെയിലാണെങ്കിൽ നമ്മളിവിടെ 50-50-ന്റെ ഉപയോഗിച്ച് വരുന്നത് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ അത്യാവശ്യം കേബിൾ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകും. പിന്നെ ഇതിലേക്ക് വന്ന ഇതൊരു വൈഫൈ സംവിധാനമുണ്ട്. വൈഫൈ കളക്ടറാണ്. ഇത് നമുക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് സിസ്റ്റത്തിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതൊരു സോഫ്റ്റ്വെയർ ഇൻബിൽറ്റ് ആയതുകൊണ്ട് ഓപ്പൺ ആകാൻ ക്ലോസ്ഡ് ആണത്. കാരണം വെച്ചാൽ അത് നമ്മൾ കുട്ടികളൊന്നും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ തൊട്ടാൽ ചിലപ്പോൾ വലിയ അപകടം ഉണ്ടാവും. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി അതുപോലെ ഇൻവെർട്ടറിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ സ്വിച്ചസ് ആണ്. ഇതാണ് അതിൻ്റെ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മളെ എൻജിൻ സ്വിച്ച് പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഓൺ ആക്കിയാലാണ് ഇത് ഹോൾ സിസ്റ്റം ഓൺ ആവത്തുള്ളൂ. ഇപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം രാത്രിയും പകലെല്ലാം ഓൺ ആയി കിടക്കും. ഡിസ്പ്ലേ എപ്പോഴും ഓൺ ആവണമെന്നില്ല. ഇത് ചെക്കിൻ ഡിസ്പ്ലേ ആണ്. നമ്മൾ വന്നത് ടച്ച് ആണ്, അല്ലെങ്കിൽ ബട്ടൺ ഇവിടെ ഉണ്ട്. 2 മുട്ടിയാൽ അത് ഓൺ ആവും. പിന്നെ അതേപോലെ ഡിസ്പ്ലേയിലും ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോളാർ പവർ ജനറേഷൻ ഉണ്ട്, KCBന്ന് എടുക്കുന്നുണ്ടോ അതോ കൊടുക്കുവാണോ എന്നറിയാം, ബാറ്ററിയിലെ കപ്പാസിറ്റി. ഇപ്പൊ എങ്ങനെയാണ് KCBന്ന് എടുക്കുന്നത്? ഇല്ല, KCBക്ക് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ 5 മണിയാണ്. 5 മണിക്കും KCBക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം 2500 വാട്ട്സ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ 2000 വാട്ട്സോളം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് ഉള്ള 500 വാട്ട്സ് KCBക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് കൊടുത്തത് 70 യൂണിറ്റാണ്. ഇപ്പോൾ ലോഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കപ്പാസിറ്റി ഇപ്പോൾ 1953 വാട്ട്സ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇപ്പം ഇന്ന് ഉപയോഗിച്ചത്, ഇന്നിപ്പോൾ അവർ സോളാറിന് മാത്രം 16 യൂണിറ്റ് അവിടെ ഉപയോഗിച്ചത്. ഇപ്പോൾ 4 റൂം കൊണ്ട് റണ്ണിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഉപയോഗം കാര്യങ്ങളുണ്ട്. നല്ലോണം എന്താ പറയുക, നമ്മൾ ഒരുപാട് നമ്മളിങ്ങനെ വിരൽത്തുമ്പിൽ കിട്ടും ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ ബാറ്ററി ആണെങ്കിലും ഇതിന് ഡാറ്റ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് കേബിൾ കണക്ഷൻ ഒക്കെ ഉണ്ട്. ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. ഇത് ഇപ്പൊ എന്തിന്റെ അടയാളമാണ്? ഇത് ആക്ച്വലി ചാർജിങ് ഒരു ഡിസ്ചാർജിങ് അല്ല, ബാറ്ററി ഓക്കെ ആണെന്ന് അർത്ഥം. അതെ, ഇതിന്റെ തൊട്ടിപ്പുറത്ത് വേറെ LED ഉണ്ട്, ഇത് ബ്ലിങ്ക് ആവാത്തത്. ഇതൊരു റെഡ് LED ആണ്. ഇൻ കേസ് ഇതിന് എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ ലോ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LED അടിക്കും. അതുപോലെ ബസറും ഉണ്ട്. ഇപ്പൊ 5 ലൈറ്റുകൾ വേറെ ഉണ്ട്. ഇത് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് 100%. ഇത് 2020 വെച്ചിട്ടാണ് 2 ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട്. ഇത് പാരലായിട്ട് ചാർജ് ആവുള്ളൂ. ഇത് അതിന്റെ സെറ്റിംഗ്സ് അങ്ങനെ ചെയ്തേക്കാണ്. ഒരിക്കലും ഒരെണ്ണം ചാർജ് ചെയ്തിട്ട് ഒരെണ്ണമല്ല, 2 ഈക്വലായിട്ടാണ് പൊങ്ങുക, ഈക്വലായിട്ടാണ് താഴെ. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ക്ലിയറൻസ് ഒക്കെ കാണാം. ഇത് നമുക്ക് ഇത്രയും വലിയൊരു ഭിത്തി ഉപയോഗിച്ചതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് വെക്കുമ്പോൾ തന്നെ ക്ലിയറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഇത്രയും ഏരിയ ഉപയോഗിച്ചത് ഇതുകൊണ്ടാണ് ഒരു ക്ലിയറൻസ്. എന്നുവെച്ചാൽ ഇതിനൊരു ഒച്ച കേൾക്കാം, ഒരു പൂന്ന്, അതായത് ഫാനാണ്. എന്നുവെച്ചാൽ അതിൻ്റെ SMPS ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും ഹീറ്റ് അതിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് അതിൻ്റെ DC സെറ്റിങ്സ് ആണ്. ഇതൊക്കെ നോർമൽ എല്ലാ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുള്ളതാണ്. ഇവിടെ നമ്മൾ 4 സിസ്റ്റമായിട്ടാണ് ഇറക്കിയത്. 4 ഫുൾ ഹാവൽസ് ആണ്. ഹാവൽസിന്റെ SPD, ഹാവൽസിന്റെ ഫ്യൂസസ്. പിന്നെ ഇതുപോലെ എടുത്തു പറയാനുള്ളത്, നമ്മളെ ഫ്യൂസസ് സാധാരണ ഇതിൽ ഒരു ലൈനിലേ കൊടുക്കുള്ളൂ. അതായത് ഇപ്പം 4 സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 4 സെറ്റായിട്ട് 4 പെയറായിട്ടാണ് ഇറക്കുക. 4 പെയറിൽ ഒരു പോസിറ്റീവിന് മാത്രമേ സാധാരണ ഇതിൽ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ 2ലും ഫ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹൈ കറണ്ടോ അങ്ങനെ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവുകയാണ്. സേഫ്റ്റിയുടെ നമ്മൾ മാക്സിമം കവറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓൺ ഗ്രിഡിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡീഷണൽ സ്വിച്ചസ് വരും. ശരി, ഇത് ACDB പ്ലസ് ചേഞ്ച് ഓവർ സെറ്റിംഗ് ആണ്. ഇതിലും SPD അതിൻ്റെ ഇൻഡിക്കേഷൻ ലാമ്പുകൾ ഇത് ചേഞ്ച് ഓവറാണ്. ഇൻ കേസ് ഇൻവെർട്ടർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇരുട്ടാവും. ആ ഒരു അവസ്ഥയിൽ ഇത് നേരെ താഴേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ KCB ഡയറക്റ്റ് ബൈപ്പാസ് ആയിക്കോളും. അതേപോലെ ഇതിലേക്കുള്ള മെയിൻ സ്വിച്ചുകൾ, ഇത് ലോഡ് ഇന്ന്, ലോഡ് ഔട്ട്, അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഏതൊരു സാധാരണക്കാരനും വേഗത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഹൈബ്രിഡ് ആണെന്ന് വെച്ചിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് 2 മീറ്റേഴ്സ്, അല്ലെങ്കിൽ 2 ജനറേഷൻ മീറ്റർ. അതുപോലെ അവിടെ ഒരു നെറ്റ് മീറ്ററും ഉണ്ട്, 2 ജനറേഷൻ മീറ്ററും ഉണ്ട്. ഇതൊന്ന് നമ്മൾ സോളാർ ത്രൂ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് മെഷർ ചെയ്യാനും, അതേപോലെ സോളാർ കണക്ട് ചെയ്യാത്ത ലോഡ് മെഷർ ചെയ്യാനുള്ള 2 മീറ്ററുകളാണ്. ഹൈബ്രിഡിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ 2 മീറ്റർ എക്സ്ട്രാ വരുന്നത്. അതായത് KCBയുടെ ഇത് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ലോഡും നോൺ ക്രിട്ടിക്കൽ ലോഡും. ഇത് നെറ്റ് മീറ്റർ അല്ലേ? അത് നെറ്റ് മീറ്റർ. സാധാരണ ഇതിൽ എല്ലായിടത്തും വെക്കുന്ന നെറ്റ് മീറ്റർ, ബൈഡയറക്ഷണൽ മീറ്റർ, എക്സ്പോർട്ട് ഇമ്പോർട്ടും റീഡ് ചെയ്യാനുള്ളത്. അതേപോലെ ഇതതിൻ്റെ പാനൽ സെക്ഷൻസ് ആണ്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഇൻകമർ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 3 ബിൽഡിങ്ങിലേക്കും സെപ്പറേറ്റ് പോകുന്നതാണ്. പിന്നെ ഇത് VDB, ഇത് നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻകമർ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇൻ കേസ് അവർക്ക് ഇവിടെ ഇനിയിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത്
MCB കാര്യങ്ങൾ ഇട്ടിട്ട് ഇവർക്ക് ഇവിടുന്ന് കൊടുക്കാം. ഇത് ഫുൾ സോളാറിൻ്റെ ഒരു VDB ആണ് നമ്മളിവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആണ്. ഇതിനുള്ള UG കേബിൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഇവിടെ കൊടുത്തേക്കാണ്. നമ്മളൊരു ബ്രാഞ്ച് ഇങ്ങനെ എന്താണ് പറയുക സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കുന്ന രീതി അല്ലാണ്ട് അവർക്ക് വേണമെങ്കിൽ എൻഹാൻസ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാണ്. ലൈല വെൽനസ് സെൻ്ററിൻ്റെ ഓണർ ഷഫീർ നമ്മോട് കൂടെ ഉണ്ട്. സോളാറുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും അദ്ദേഹം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യും. ഓവറോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഡയമണ്ട് സോളാറായിട്ട് ഉണ്ടായത്. എസ്പെഷ്യലി പറയാനുള്ളത് മിസ്റ്റർ ലിബിനെ കുറിച്ചിട്ടാണ്. ലിബിൻ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ വേണ്ടത്, പിന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ്, ഒക്കെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. കൂടാതെ ഇവരെ മെത്തേഡും ഇവരെ കൺസ്ട്രക്ഷനും ഒക്കെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടന്നത്. അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് ലിബിൻ മൈക്കിളിൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു 20 കിലോവാട്ട് ഹൈബ്രിഡിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വടകരയിൽ 30 കിലോവാട്ട്, അത് നമ്മൾ 2 മാസം മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരി. ആ പ്ലാന്റിൽ നമ്മൾ 730 HIT പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പാനലിൽ വേറെ സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്, അത് വീഡിയോ കാണാം. Bayman, making it easy.